ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതായത് നമ്മളെന്താ പറഞ്ഞേക്കുന്നത്, സ്വാസിക സേവ്സ് 20% ഓഫ് ഹീസ് ഇൻകം. അതായത് അവർക്ക് എത്രയാണ് 100 രൂപ ഉണ്ടെങ്കിൽ അതിനകത്ത് പുള്ളിക്കാർക്ക് 80 ചിലവാക്കുക, അതിനകത്ത് 20 മാത്രമേ സേവ് ചെയ്യുന്നുള്ളതെന്ന് അർത്ഥം. പിന്നെന്താ തന്നേക്കുന്നത്, അതായത് ഈ ചിലവാക്കുന്നതിൻ്റെ ഡിനോമിനേഷനാണ് തന്നേക്കുന്നത്. അതായത് 80% എത്രയാണ് 15% ഫുഡിനും പിന്നെ 12,800 രൂപ റെൻറ്റിന്, 32,000 രൂപ എഡ്യൂക്കേഷനും, 7,200 രൂപ ഷോപ്പിങ്ങിനുമായി ചിലവാക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയുണ്ട്, ദ എമൗണ്ട് സ്പെൻഡ് ഓൺ ദ ഷോപ്പിംഗ് ഈസ് 11% ഓഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഈ 80%ൻ്റെ 11.2% എന്താണെന്ന് പറഞ്ഞേക്കുന്നത്, ഷോപ്പിങ്ങിന് ചിലവാക്കുന്നത് പറഞ്ഞേക്കുന്നത്. വെട്ടിപ്പോവും, 4/5 വരും. അപ്പം ഇവിടെ ഒരു 5 ഉണ്ട് കേട്ടോ, 11.25 എന്ന് പറയുന്നത് എത്രയാണ് 9%. ഈ 9%ൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് വന്നേക്കുന്നത്, 7,200 വന്നേക്കുന്നത്. ഒരു പൂജ്യം വിളിക്കുമല്ലോ, 7,200 വന്നേക്കുന്നത്. അപ്പോൾ 1ൻ്റെ വാല്യൂ ഉണ്ടോ, 8,972. അപ്പം 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 800. അപ്പം 100ൻ്റെ വാല്യൂ എന്തായിരിക്കും, 8,000 ആയിരിക്കും. 8,000 അല്ല, 80,000 ആയിരിക്കും. നമ്മൾ ചോദിക്കുന്നത് എന്താണ്, നമ്മളോട് ചോദിച്ചേക്കുന്നത് ഹൗ മച്ച് മണി സ്പെൻഡ് ഓൺ ഫുഡാണ്. ഫുഡിൻ്റെ ശതമാനം എത്രയാണ്, 15%. 15% എത്രയാണ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു നമ്പർ ഫസ്റ്റ് ഇൻക്രീസ് ബൈ 16%, പിന്നെ എന്താണ്, പിന്നെ ഒരു 20% കൂടെ നമ്പർ കൂട്ടി, അതിനുശേഷം 40% കുറച്ചു. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുണ്ടായ പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണെന്ന് ചോദിച്ചിരിക്കും. അപ്പം 100 × 16% ആദ്യം കൂട്ടി. അപ്പോൾ 16%ന് 29/25 എഴുതാം. അതായത് 116/100 എന്നുള്ള വെട്ടി കുറച്ച് എന്താണ്, അപ്പോൾ ഇത് 58 വരും. ഇവിടെ എത്രയാണ് 50 വരും, 1 കൂടെ കുറച്ചു, അപ്പോൾ 29 വരും. ഇവിടെ എത്രയാണ് 25 വരും. ആ 25/29 അവിടെ എഴുതിയിരിക്കുന്നു. അതിനുശേഷം 20% കൂട്ടി, 20%ൻ്റെ കാര്യം നമുക്കറിയാം. അതായത് 1/5 ആണ്, അപ്പോൾ 6/5 ആയി. അതിനുശേഷം ഇവിടെ എന്താണ് 40% കുറച്ചു. 40% കുറച്ചെന്ന് പറഞ്ഞാൽ 2/5 ആണ്. അപ്പോൾ 5/5ന് 2/5 കുറച്ച് എത്രയാണ്, 3/5 ആണ്. അപ്പോൾ ഇത്രയാണ് 100 × വെട്ടിപ്പോകുന്നല്ലോ. അപ്പം 29 × 18/25 × 25 വരും. വെട്ടിപ്പോകാൻ ഉണ്ട് കേട്ടോ, 25 1 ഇവിടെ 4 വരും. അതായത് 4 × 29 × 18/25 വരും. മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര 2088 വരും, /25. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് 25 700 എത്ര പോകും, 8 തവണ പോകും. അതിന് 8 റിമൈൻഡർ വരും, 88ആയി. ഒരു തവണ പോകും, 3 തവണ പോകില്ല, 75. 53 പോയിൻറ്റ് സംതിങ് വരും, 75 വരും. 75 56. ഇവിടെ ഇപ്പോൾ റിമൈൻഡർ പിന്നെ 13 വരും. ഇവിടെ ഒരു 0 ഇടുക, 53 25 × 5 ചെയ്യുമ്പോഴാണ് 125. അപ്പം 5 പിന്നെ 5 റിമൈൻഡർ, അപ്പം 83.5 കിട്ടി. 83.5 100-നേക്കാളും എത്ര ശതമാനം കുറവാണ് ഇവിടെ. അപ്പം നമ്മൾ എടുത്ത നമ്പർ 100-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ 83.5 എന്ന് പറയുന്നത് ഇത്രയും കൂടുതൽ
54.5, അപ്പം 16.5 കിട്ടും. അപ്പോൾ ഓപ്ഷൻ ആണ് 16 ആൻഡ് 12/25 ഓപ്ഷൻ. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഡെസിമലൊന്നും കറക്റ്റായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം 16 പോയിൻ്റൊന്നും അല്ല ഓപ്ഷൻ, എല്ലാം ഇപ്പോൾ 15, 11 അല്ലേ. നമുക്കത് റൗണ്ടഡ് ഫിഗർ കിട്ടിയാലും കുഴപ്പമില്ല. ഇതിന് അത്രയൊന്നും ചെയ്യണമെന്നില്ല. ഓപ്ഷൻ ആൻസർ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് പിന്നെ ചോദിച്ചേക്കുന്നത്. ഒരു നമ്പർ 8% കൂട്ടി പിന്നെ 3% കുറച്ചു, അപ്പം 2619 കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 5% എത്രയാണ് ചോദിച്ചേക്കുന്നത്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്ത് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ചുമ്മാ എന്താണ് നമുക്ക് സക്സസ് ചെയ്ത് നോക്കാം. അതായത് 8 - 3 - 8 × 3/3. അപ്പോൾ എത്രയാണ്? 8 - 3 5 - 24/100 എത്ര? 0.24 അല്ലേ. ചെയ്യുമ്പോൾ എത്ര? 4.76 കിട്ടും. അതായത് ഈ 4.76 കൂടെ എന്താണ് 100 ആഡ് ചെയ്തോളുക. എന്നാൽ 104.76 വാല്യൂ ആണ് നമുക്ക് എത്ര ആയിരുന്നെങ്കിൽ 2619. ഇതിപ്പം 1-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര? 1-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 25ആണ്. 100-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2500ആണ്. അത് × 5/100 ചെയ്യുമ്പോൾ എത്രയാണ്? 125. ഓപ്ഷൻ ആണ് ഉത്തരം. ഇവിടെ ഇപ്പം ഓവറോൾ നെഗറ്റീവ് സംഖ്യ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 100-ൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതായത് നെഗറ്റീവ് ഒരു വരുന്നേരം നമ്മൾ ഇവിടെ 100-ൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവ് വന്നുകൊണ്ട് 100-ൽ നിന്ന് കൂട്ടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഓവറോൾ എല്ലാം എടുക്കുന്ന 100 നിന്ന് എടുക്കുന്നത്. ഇപ്പം ഇത് മൊത്തം പ്രോഫിറ്റാണ് കിട്ടിയിരിക്കുന്നത്. പ്രോഫിറ്റ് കിട്ടുമ്പോൾ 100-ൻ്റെ കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് നമ്മൾ 100-ൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതിനോട് പ്രോഫിറ്റ് ഇപ്പം പോസിറ്റിവിറ്റി കൊണ്ട് നമ്മൾ എന്താണ് 100-ൻ്റെ കൂടെ കൂട്ടി. ഇപ്പോൾ ഇത് നെഗറ്റീവാണ് കിട്ടുന്നെങ്കിൽ 100-ൻ്റെ കൂടെ കുറയ്ക്കുകയാണ് ചെയ്യും. ഇവിടെ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറഞ്ഞ ആൾ അയാളുടെ 68% ഓഫ് ദ ഇൻകമും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് മന്ത്ലി ഇൻകം 25% കൂടി. അതുപോലെ തന്നെ മന്ത്ലി സേവിങ്സും 15% കൂടി. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ മന്ത്ലി എക്സ്പെൻഡിച്ചർ. അയാളുടെ ചിലവിൽ അയാൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ എത്ര ശതമാനം കൂടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ എന്താണ് നമുക്ക് ഇയാളുടെ ഇൻകം എന്ന് പറയുന്നത് എന്താണ് 100 എടുക്കാം. അപ്പം എക്സ്പെൻഡിച്ചർ എത്രയാണ്? 68. ബാക്കി സേവിങ്സ് എന്ന് പറഞ്ഞാൽ 32. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? മന്ത്ലി ഇൻകം 25% കൂടി. 25% കൂടിയപ്പോൾ 125 ആയി. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് സേവിങ്സ് 15% കൂടി. അപ്പം 32 × 115/100 ഈ 15/100 15/100. ഇവിടെ 32-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.2. അതിൻ്റെ കൂടെ 5% കൂടെ കൂട്ടണം. അതായത് 3.2-ൻ്റെ പകുതി എടുക്കുമ്പോൾ 5% കിട്ടും. അത് എത്രയാണ്? 1.60. അപ്പോൾ അത് കൂട്ടുമ്പോൾ എത്രയാണ്? 4.8 കിട്ടും. അതായത് 32-ൻ്റെ 15% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.8. 32-നോട് 4.8 കൂട്ടുമ്പം 32 4 36.8 ആവും. ഇവിടെ എന്താ നമ്മൾ 125-ന് നമുക്ക് ഈ കിട്ടിയ 36.8 മാറ്റാം. അപ്പം 125-ന് 30 കുറച്ചാൽ 95. 95-ന് 6 കുറച്ചാൽ എത്രയാണ്? 95-ന് 6 കുറച്ചാൽ 89. 89-ന് 0.8 കുറച്ചാൽ എത്ര? 88.2 ഇവിടെ പുതിയ എക്സ്പെൻസ്. അപ്പോൾ ഇത് തമ്മിലുള്ള ശതമാനത്തിനുള്ള ഡിഫറൻസ് എത്രയാണ് ചോദിച്ചത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ 68-നേക്കാളും 88 എന്ത് കൂടുതലാണെന്ന് നോക്കണം. അപ്പോൾ 78 88 22.2 കൂടുതലാണ്. എത്രയാണ് കൂടിയിരിക്കുന്നത്? 68-ൽ കൂടിയിരിക്കുന്നത്. × 100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഇതിന് ആൻസർ എത്രയാണ്? 32.6 മാറി. ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ.
ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ്റെ മോഡൽ തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് ഹർഷാദ് എന്ന് പറഞ്ഞ ആളുടെ എക്സ്പെൻഡിച്ചർ എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ 45% ഇൻകമ്മിനെ വെച്ച് നോക്കണം. അടുത്ത മാസം തൊട്ട് അവളുടെ ഇൻകം 15% കൂടി. പക്ഷേ എന്താണ്, അവളുടെ സേവിങ്സ് എന്താണ്, ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ മാസത്തെ സെയിം സേവിങ്സ് തന്നെ അവൾക്ക് പിന്നെയും ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ എക്സ്പെൻഡിച്ചർ എത്രയാണെന്നാണ് ചോദിച്ചത്. ഒന്നുമില്ല, ഇൻകം എത്രയാണ് 100 അപ്പം എക്സ്പെൻഡിച്ചർ എത്രയാണ്, 45% എക്സ്പെൻഡിച്ചർ. അപ്പം അവളുടെ സേവിങ്സ് എത്രയാണ്, 55%. ഇവിടെ പിന്നെന്താ പറയുക, ഇൻകം 15% കൂടി. ഇത് 15% കൂടി, ഇത് ഇൻകം ആട്ടോ. ഇൻകം 15% കൂടി. അപ്പോൾ ഇത് 115 അവൾക്ക് സേവ് ചെയ്യാൻ പറ്റിയത് 55 തന്നെയാണ്. സേവിങ്സിന് മാറ്റമൊന്നുമില്ലാന്ന് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് റിമെയിൻസ് ദ സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന 55% താഴെ സേവിങ്സ് ചെയ്തു. അപ്പം 115-ന് 55 പോയാൽ എത്രയാണ് ബാക്കി, 60 ഉണ്ട്. അപ്പം ഈ എക്സ്പെൻസിലുണ്ടായ ശതമാനം വ്യത്യാസം എത്രയാണെന്ന് പറഞ്ഞാൽ 45-ന് 60 എത്രയാണ് കൂടിയിരിക്കുന്നത്, 15% കൂടി. എത്രയിലാണ് കൂടിയിരിക്കുന്നത്, 45. ഇൻകം കൂടിക്കുക. അപ്പം 200 ചെയ്യുമ്പോൾ എത്രയാണ്, 3 കൊണ്ട് വെട്ടാം. പിന്നെ 1/3 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതിപ്പം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു സാധനത്തിൻ്റെ പ്രൈസ് 6% കൂട്ടി, അതിനുശേഷം ആ കൂട്ടിയെന്ന് 6% കുറച്ചു. ഇത് ഈ രണ്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള പ്രൈസാണ് എന്താണ് 1 രൂപ. അപ്പം ഒറിജിനൽ പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പം ആദ്യം എന്താണ്, ആദ്യം 100 രൂപയുടെ സാധനമായിരുന്നു, അത് 100 + 6% കൂട്ടി. അത് കഴിഞ്ഞ് പിന്നെന്താണ്, ഇനി നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, അതായത് ഈ 6% കയറ്റിയിട്ട് കുറച്ചു. അതായത് 100 ഇവിടെ എഴുതുക, 100 - 6 എഴുതുക. എന്നിട്ട് നമ്മൾ സക്സസീവ് എടുക്കുന്ന പോലെ ഇത് ഇൻറ്റു ചെയ്യുക. അപ്പം എത്രയായി, 2 ഇത് a + b × a - b ആണ്. അപ്പം a² - b² വരും. അപ്പം -r² വരും. അപ്പം ഇതിനർത്ഥം എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു അതിൻ്റെ ഒറിജിനൽ വില, അത് കുറഞ്ഞ് ഇതായി. ഈ 2 തവണ സക്സസീവ് ഇതും ചെയ്തപ്പം ഇതിൻ്റെ വില കുറഞ്ഞ് ഇത്രയായി എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത് 1. അപ്പം ഇതിൻ്റെ വാല്യൂ കാണാൻ എന്താക്കേണ്ടത്, അതായത് ഇത് -r² വാല്യൂ ആണ് നമുക്ക് 1 എന്ന് തന്നത്. അപ്പം ഇതിൻ്റെ വാല്യൂ ആണ് എന്ത് ചെയ്യണം, ഇത് -r². ഇതാണ് ഉത്തരം, ഓപ്ഷൻ എ. അതായത് ഇത് വന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇൻറ്റു ഇത് ഇത് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. അല്ല, വേറെ ഒന്നും ചെയ്തില്ല, നമ്മുടെ യൂണിറ്ററി മെത്തേഡ് തന്നെ ചെയ്യുന്നുള്ളൂ. അതായത് 10 ആപ്പിളിൻ്റെ വില 100 രൂപയാണെങ്കിൽ 20 ആപ്പിളിൻ്റെ വില എത്രയെന്ന് ചോദിക്കുമ്പം നമ്മളെന്താ ചെയ്യുക, 20 × 100/10 ചെയ്യും. അപ്പോൾ എത്രയാണ്, 200 കിട്ടും. ആ സെയിം മെത്തേഡ് തന്നെ നമ്മളെന്തേ ഇവിടെ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മളോട് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്, 300 മാങ്ങ 1100 രൂപയ്ക്ക് വാങ്ങി, അതിനകത്ത് കുറേ മാങ്ങ ചീഞ്ഞു പോയി. പിന്നെന്താണ്, ബാക്കിയുള്ള മാങ്ങ എല്ലാം കൂടെ അയാളെടുത്തിട്ട് വിറ്റു. എത്ര രൂപയ്ക്കാണ് വിറ്റ്, 5 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ പ്രോഫിറ്റ് 150 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ദ മാംഗോ ദാറ്റ് ത്രോൺ അവേ, മൊത്തം ഉണ്ടായിരുന്നതിൽ എത്ര ശതമാനം മാംഗോ പുള്ളി വെറുതെ കളഞ്ഞെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കെന്താ പറഞ്ഞിരിക്കുന്നത്, കോസ്റ്റ് പ്രൈസ് വന്നിട്ടുണ്ട് 1100, പിന്നെ അതിൻ്റെ കൂടെ 150 ലാഭം കൂടെ കിട്ടി. അപ്പോൾ എന്താണ്, ഈ വിലക്കായിരിക്കും അയാൾ മൊത്തം വിറ്റത്. അതായത് ചീഞ്ഞ് പോയിട്ട് ബാക്കി ഉണ്ടായിരുന്ന മാങ്ങ അയാൾ 1250 രൂപയ്ക്കായിരിക്കും വിറ്റത്. അപ്പം
അതിനകത്ത് ഒരു മാങ്ങയുടെ പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പം 5 ഇൻറ്റു എക്സ്, അതായത് ഒരു മാങ്ങയുടെ പ്രൈസ് ഇൻറ്റു എത്ര മാങ്ങ എന്നുള്ള ക്വാണ്ടിറ്റി ഈക്വൽ ടു അല്ലെ 1250. എക്സ് ചെയ്യാൻ എന്താ 1250 5 കൊണ്ട് കിട്ടുക. എന്താ 5 2 10 250 5 5 250 കിട്ടും. അപ്പം ഇതിലൂടെ എന്താ മനസ്സിലായത്? 250 മാങ്ങ അയാൾ വിറ്റപ്പോഴാണ് 1250 രൂപ കിട്ടിയത്. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 300 രൂപയാണ് അയാൾ മൊത്തം വാങ്ങിയ മാങ്ങയുടെ എണ്ണം എന്ന് പറയാം. അതിനകത്ത് 250 എണ്ണം അയാൾ വിറ്റുള്ളൂ. അപ്പം എന്ത് പറ്റി? 50 എണ്ണം അയാൾ ചീഞ്ഞു പോയോണ്ട് കളഞ്ഞു. അപ്പം മൊത്തം 300 എണ്ണം ഉണ്ടായിരുന്നു, 50 എണ്ണം കളഞ്ഞു ഇൻറ്റു 100. അപ്പം 50/3 എത്രയാണ്? 16 ആൻഡ് 2/3. ഓപ്ഷൻ സിയിലേ കിടക്കുന്നു, 16 ആൻഡ് 2/3. അതായത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഇലക്ഷനിൽ 15% ആൾക്കാർ വോട്ടേ ചെയ്തില്ല. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? പിന്നെ 100%, ഇത് ശതമാനമല്ല കേട്ടോ, ഇത് 100 വോട്ടേഴ്സാണ്. 100 വോട്ടേഴ്സ് എന്താണ് ബ്ലാങ്ക് പേപ്പറിലാണ് വോട്ട് കാസ്റ്റ് ചെയ്തത്. അതിനർത്ഥം എന്താ? ഇൻവാലിഡ് വോട്ടാന്നല്ലേ. അപ്പം 100 എണ്ണം ഇൻവാലിഡ് ആയിപ്പോയി. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? 2 പേരേ ഉള്ളൂ. അതിനകത്ത് റാം എന്ന് പറഞ്ഞ ആൾ ജയിച്ച ശതമാനം എത്രയാണ്? 69%. ഈ പെർസെൻറ്റേജ് എത്രയാണ്? വോട്ടേഴ്സ് 69 എന്തിൻ്റെ പെർസെൻറ്റേജ്? വോട്ടേഴ്സിൻ്റെ ലിസ്റ്റാണ്. അതായത് മൊത്തം ലിസ്റ്റിലുള്ള ആൾക്കാരുടെ 69% അയാൾക്ക് കിട്ടിയത്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? 630 വോട്ട്സ് മോർ ദാൻ ശ്യാം. മറ്റേ ആളേക്കാൾ 630 വോട്ട് കൂടുതൽ കിട്ടി. നമ്മോട് ചോദിച്ചത് എന്താ? ആ ലിസ്റ്റിലുള്ള മൊത്തം ആൾക്കാരുടെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചത്. ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മളെന്താണ് കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തം ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം 100 എടുക്കുന്നു, 15% വോട്ട് ചെയ്യാൻ വന്നില്ല. അപ്പോൾ ബാക്കി 85%. ഈ 85%-ൽ 100 വോട്ട് ഇൻവാലിഡാണ്. ഈ 85%-ൻ്റെ 69%-ആണ് ഒരാൾക്ക് കിട്ടിയത്. മറ്റേ ആൾക്ക് കിട്ടിയത് എത്രയാണ്? 69. ബാക്കി 31%. ഇതിൽ മൈനസ് ചെയ്യുമ്പോൾ 31. ഇവിടെ എന്താണ്? 31 + 100 വരും. കാരണം ഇവിടെ മൈനസ് ഓഫ് മൈനസ് വരുന്നത് അല്ല, സോറി, ഇവിടെ 31 വരത്തില്ല. നമുക്ക് സം എത്ര വേണമല്ലോ? 85 വേണ്ടുള്ളൂ. നമുക്ക് 100% കൂട്ടേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഇവിടെ എല്ലാം ശതമാനമുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം അത് ശതമാനമുണ്ട്, ഇവിടെ ശതമാനമുണ്ട്, ഇവിടെ ശതമാനമുണ്ട്. അപ്പം 85-ൽ നിന്ന് 69 പോയാൽ എത്രയെന്ന് കൂട്ടിയാൽ മതി. അല്ലാതെ നമ്മൾ 100-ൽ നിന്ന് കൂട്ടേണ്ട കാര്യമില്ല. അപ്പം 85-ൽ നിന്ന് 69 പോയാൽ എത്രയാണ്? 69 10 79, 79 6 ആണ് 85. അപ്പോൾ 16. ഇവിടെ മൈനസ് ഓഫ് മൈനസ് 100 വരും. അപ്പോൾ എന്താ വരുന്നത്? 100 വരും, പ്ലസ് 100 വരും. അപ്പോൾ ഇത് നമ്മളുടെ ഡിഫറൻസ് ആണ്. നമുക്ക് ഇത്ര തന്നേക്കുന്നത് 630 തന്നേക്കുന്നത്. അപ്പോൾ 69% 16 പോയാൽ എത്ര? 69-ൽ 10 പോയാൽ 59. 59-ൽ നിന്ന് 3 പോയാൽ 53% പ്ലസ് 100 എന്ന് പറയുന്നത് എത്രയാണ്? 630 തന്നിട്ടുണ്ട്. അപ്പം 53%-ൻ്റെ വാല്യൂ 530. 1%-ൻ്റെ വാല്യൂ 10. 100%-ൻ്റെ വാല്യൂ 1000 കിട്ടും. ഓപ്ഷൻ ബി. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? അതായത് റൈസിൻ്റെ പ്രൈസ് 25% കൂടി. അതുപോലെ തന്നെ എന്താണ്? എക്സ്പെൻഡിച്ചർ 40% കുറയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താണ് കൺസപ്ഷൻ ഉണ്ടാകുന്ന വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എടുത്ത് എഴുതാം. അതായത് പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ്പെൻഡിച്ചർ. അപ്പം കൺസപ്ഷൻ, ഇനിഷ്യൽ കൺസപ്ഷൻ 500 എടുത്തുകൊള്ളുക. എന്നിട്ട് എക്സ്പെൻഡിച്ചർ ബൈ പ്രൈസ്. അപ്പം നമ്മളിത് 2 കേസായിട്ട് എടുക്കാൻ പോകുന്നത്, ഇനിഷ്യലും ഫൈനലും. അപ്പോൾ ആദ്യം എന്താണ്? ആദ്യം നമ്മളോട് പറഞ്ഞേക്കുന്നത് പ്രൈസ് 25% കൂടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 4 എന്നുള്ളത് 5 ആയി. അപ്പം 4 എന്നുള്ളത് 5 ആയി. പിന്നെ എക്സ്പെൻഡിച്ചർ 40% കുറഞ്ഞെന്നാണ് പറഞ്ഞത്. 40% നമുക്ക് എങ്ങനെ എഴുതാം? 2/5 എന്ന് എഴുതാം.
അപ്പോൾ 5 2 കുറഞ്ഞു. അപ്പോൾ ബാക്കി എത്രയാണ്? എക്സ്പെൻഡിച്ചർ 3 ഉള്ളൂ ബാക്കി. ഇനി എന്ത് ചെയ്താൽ ഇനി ഇത് ഇപ്പം നമുക്ക് കൺസെപ്ഷൻ്റെ റേഷ്യോ കിട്ടിയിരിക്കുന്നു. ഏതാ? ഈ 5/4 3/5. അപ്പം അത് കൺസെപ്ഷൻ ഫൈനൽ എടുത്തിട്ട് 5/4 ആ 3/5 എടുത്ത് അങ്ങനെ എഴുതിക്കൊള്ളുക. എന്നിട്ട് ഇപ്പം അടിയിൽ കോമൺ ആയിട്ടൊന്നുമില്ല, അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 25:12 എന്ന് വരും. അപ്പം ഇവിടെ എത്ര? 13 കുറഞ്ഞു. അപ്പം 13/25 × 100. അപ്പം അറിയാം ഏതാണ്ട് 50% ജസ്റ്റ് മുകളിൽ വരുന്നറിയാം. 50% 50, 51, 52 ആയിട്ട് എടുക്കാം. അപ്പം മുകളിൽ എന്താണ് ഒറ്റ ഓപ്ഷനുള്ള 52. അപ്പോൾ ഓപ്ഷൻ എ ആൻസർ. ഈ ക്വസ്റ്റ്യനിൽ എന്താ വന്നേക്കുന്നത് നോക്കാം. ഈ ശിവ എന്ന് പറഞ്ഞ ആളുടെ പ്രാരാബ്ധങ്ങളൊക്കെ വന്നേക്കുന്നത്. അതായത് അയാൾക്ക് 75,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. അതിനകത്ത് 12,000 ഹൗസ് ഹോൾഡിന് ചിലവാക്കി, 14 LIC പ്രീമിയം അടച്ചു, 15 പിള്ളേരുടെ എഡ്യൂക്കേഷൻ, 10 മിസ്സലേനിയസ് എക്സ്പെൻസസ്. അങ്ങനെ അയാൾ എല്ലാം കൂടെ കൂട്ടി 21,000 സേവ് ചെയ്യും. അതിന് ബാക്കിയുള്ള പുള്ളി എന്താണ് നല്ല മനുഷ്യന് ഓർഫനേജ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഓർഫനേജ് കൊടുത്ത ഓർഫനേജ് കൊടുത്ത പൈസ പുള്ളിയുടെ സാലറിയുടെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇതിപ്പം സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാൽ മതി. 12, 10, 22, 22, 4, 26, 26, 10, 36, 36, 5 എത്രയാ? 41, 41, 10, 51, 51, 61, 71, 72. അതായത് അയാളുടെ മൊത്തം സേവിങ്സും കൂടെ കൂട്ടി അയാളുടെ മൊത്തം ചിലവ് എത്രയാണ്? 72K. അയാളുടെ സാലറി എത്ര? 75K. അപ്പം വ്യത്യാസം എത്രയാണ്? 3000 രൂപയാണ് അയാളുടെ മാസം ഓർഫനേജ് കൊടുക്കുന്നത്. അത് പുള്ളിയുടെ സാലറിയുടെ എത്ര ശതമാനമാണ്? 100. 175 ചെയ്യുമ്പോൾ 75 × 2 ചെയ്യുമ്പോൾ 150 വരും. 75 4 ചെയ്യുമ്പോഴാണ് 300 വരുന്നത്. അപ്പോൾ ആൻസർ 4%. ഓപ്ഷൻ ബി.